നിങ്ങൾക്ക് ലോങ് ടേം ഗോൾസ് ഉണ്ട്. നിങ്ങൾക്ക് ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യാൻ അറിയാമോ? നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് പോയിന്റ് അല്ല. അത് മാറിക്കൊണ്ടേയിരിക്കും. നല്ലൊരു ഡിസിഷൻ മേക്കർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ഗോൾസ് വേണം. അതില്ലെങ്കിൽ നിങ്ങൾ നോർത്ത് പോയിന്റ് ചെയ്യാത്ത കോമ്പസ് പോലെ ആയിരിക്കും. യു ഹാവ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ബട്ട് യു ഡോണ്ട് നീഡ് എ ഡയറക്ഷൻ. നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഡിസിഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. എങ്ങനെയാണ് ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക? ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് ലൈഫിലെ പ്രോബ്ലംസ്, കറണ്ട് സിനാരിയോ എല്ലാം സൈഡിലേക്ക് മാറ്റി വെക്കുക. നിങ്ങളുടെ കറണ്ട് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഒരു 10 വർഷത്തിൽ, 5 വർഷത്തിൽ, അല്ലെങ്കിൽ 10 വർഷം ടൈമിൽ, അല്ലെങ്കിൽ 20 വർഷം ടൈമിൽ നിങ്ങൾ 100% എഫിഷ്യൻസിയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് യു വോണ്ട് ടു ബിക്കം, നിങ്ങൾക്ക് എന്താണ് ആകേണ്ടത്, നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരണം, നിങ്ങൾക്ക് ലൈഫിൽ ഏത് സിറ്റുവേഷനിലായിരിക്കണം, ഇതാണ് നിങ്ങളുടെ ഗോൾ. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വലിയ ഗോളിനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ്, 2, 3, 4 ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 കോടി രൂപ അസറ്റ് ഉള്ള ഒരാളായി മാറാം 40 വയസ്സാകുമ്പോഴത്തേക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അതിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 100 കോടി രൂപയാണ് എൻഡ് ഗോൾ എന്ന് പറയുന്നത്. എനിക്ക് ഈ 100 കോടി രൂപ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ കാര്യങ്ങളോ വേണം. മോസ്റ്റ്ലി നമുക്ക് ബിസിനസ് ആയിരിക്കും ഇതുപോലത്തെ ഒരു സാധനം വരും. അപ്പോൾ 100 കോടി രൂപ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഏതാണെന്ന് ആലോചിക്കുക. ഇതാണ് രണ്ടാമത്തെ സെറ്റ്. ഇതേപോലെ നിങ്ങളുടെ ഗോൾസിനെ, ആ ബിസിനസ്, പിന്നെ അവിടെ നിന്ന് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 3, 4 അല്ലെങ്കിൽ കുറച്ച് ടേംസ്, 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തേക്കുള്ള ടേണിംഗ് പോയിന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. ഇനിയാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഇനി നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഇതിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന സ്റ്റെപ്പിലേക്കുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം. ഈ സ്റ്റെപ്പിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കി ഒന്നിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഒന്നിനും കമ്മിറ്റ്മെന്റ് കൊടുക്കണ്ട. നിങ്ങൾ ഈ ഫസ്റ്റ് ടേണിംഗ് പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ഗോൾസിനെ ചെറുതാക്കി, ചെറിയ ചെറിയ ടാസ്കുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ദിവസം പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ ഫേസിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ടാസ്കുകൾ സെറ്റ് ചെയ്ത് പകരം ഏറ്റവും കുറഞ്ഞ ടാസ്കുകൾ, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ മാത്രം ഇനീഷ്യലി ടാസ്ക് പ്ലാൻ ചെയ്യുക. ഇതാണ് കൺസിസ്റ്റൻസി ബിൽഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ അവർ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ബേൺ ഔട്ട് ആയിട്ട് അത് അവർ ഡ്രോപ്പ് ചെയ്യും. ഇത് ഒരു സ്റ്റെപ്പ്. ഇനി വേറൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീബൗണ്ടിങ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതായത് പലപ്പോഴും നമ്മൾ ഒരു ദിവസത്തേക്ക് ടാസ്കുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ നമ്മൾ അത് തെറ്റിക്കും. അപ്പോൾ പല ആളുകളും ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഡ്രോപ്പ് ആവും. അത് ഡയറ്റ് ആകാം, ജിം ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന എന്തൊരു കേസ് ആണെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഒരു ദിവസം ഈ പ്ലാൻ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയും. അതിന് പകരം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കാം. നിങ്ങളുടെ സ്ട്രീക്സിന്, അതായത് എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു എന്നതിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ആ ദിവസം മാത്രം ഫോക്കസ് ചെയ്യുക. അത് ഇനി ഒരു ദിവസം മിസ്സായി പോയി, ഓക്കെ, ഡോണ്ട് അതിന് ഒരുപാട് തിങ്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പണിഷ് ചെയ്യാതെ മൂവ് ഓൺ ചെയ്യുക. അത് വി ആർ ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യന്മാരാണ്. അതുപോലത്തെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. കണ്ടിന്യൂസ്ലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ബ്രെയിനെ കൺസിസ്റ്റൻസി പഠിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പതിയെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ടൈം കൂടുതൽ എടുത്ത് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടാറുള്ളത്. ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ് ഒരിക്കലും ഫസ്റ്റ് പോയിന്റ് അപ്പുറത്തേക്ക് കമ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള നോളജ് ലെവൽ ആയിരിക്കില്ല നമ്മൾ ഒരു ലെവൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നോളജ് ലെവൽ, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജുകൾ എല്ലാം മാറും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ പലപ്പോഴും മാറാം. ഗോൾസ് മാറിയില്ലെങ്കിലും നമ്മൾ എടുക്കുന്ന അപ്രോച്ചസ് മാറാം. അപ്പൊ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ അവിടെ വെക്കും. നിങ്ങൾ ആദ്യമേ എല്ലാ സ്റ്റെപ്പും ഒരുമിച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ലോക്ക് ആക്കുകയും അത് പിന്നെ ഒരു ഫ്രസ്ട്രേഷനിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഗോൾ സെറ്റിംഗ്. ഇതിലിപ്പം നമ്മൾ ചെയ്ത പ്രാക്ടീസ് ഉണ്ടല്ലോ, അതായത് എൻഡ് ഗോളിൽ നിന്ന് പുറകോട്ട് ഗോൾസിനെ സെറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് ഇൻവേഴ്സ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമുക്ക് മറ്റു പല കാര്യങ്ങളിലും ഈ തോട്ട് പ്രോസസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നീട് ചെയ്യാം.